ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. ഇന്ന് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ യൂണിറ്റ്? ഭർ, മനസ്സ് നിറഞ്ഞ് ജീവിക്കുക. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? ഒരു കഹാനി പഠിച്ചല്ലേ? ആദ്യം തന്നെ നമ്മളൊരു കഹാനി പഠിച്ചു. സെക്കൻഡ് എന്താ പഠിച്ചത്? ഒരു കവിത കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എന്താ? തേർഡ് ചാപ്റ്റർ ആണ് ശസ്തി ഓർ ബ്ലർബ്. എന്താണ് ശസ്തി ഓർ ബ്ലർബ്? എന്താണിത്? എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ബൂഢി കാക്കി. എന്താണ് ബൂഢി കാക്കി? നിങ്ങൾക്കറിയോ എന്താണ് ബൂഢി കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഒരു പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവുമല്ലേ? എന്താ പിക്ചറില്? കുറച്ചൊരു പ്രായമുള്ള ഒരാള് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ? അടുത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല. അവളുടെ വേഷവിധാനമൊക്കെ കുറച്ച് മോശമാണ്. അപ്പൊ അവരെന്തോ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അപ്പൊ നമ്മുടെ ബൂഢി കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കഥയുടെ പേരാണ്. കഥ എഴുതിയിരിക്കുന്നത് മൂൾ കഹാനി പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഹിന്ദിയിലെ എഴുത്തുകാരന്റെ ഒരു കഹാനിയാണ് ബൂഢി കാക്കി. ആ ബൂഢി കാക്കി എന്ന കഹാനിയെ സിനിമയാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഡയറക്ടറാണ് ഗുൽസാർ. ഡയറക്ടർ എന്നും പറയും. ഡയറക്ടറിന് പറയുന്ന പേരാണ് നിർദ്ദേശക്. അപ്പം ശസ്തി ഓർ ബ്ലർബ്, എന്താണ് ഈ ശസ്തി ഓർ ബ്ലർബ്? അത് നമുക്ക് പഠിക്കണം വേണ്ടേ? എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. കഹാനി എന്താന്ന് നമ്മൾ അറിഞ്ഞു, കവിത എന്താന്ന് നമുക്കറിയാം. അപ്പൊ ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ് അല്ലെ? അപ്പൊ ശസ്തി ഓർ ബ്ലർബ് എന്താണെന്ന് പഠിക്കണം. പിന്നെ നമുക്ക് എന്തെല്ലാം പഠിക്കണം? ബൂഢി കാക്കി എന്ന കഹാനി എഴുതിയിരിക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ഈ കഹാനി എഴുതിയത് പ്രേംചന്ദ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ ഈ കഥയെ സിനിമയാക്കിയതാരാ? ഗുൽസാർ എന്ന ഡയറക്ടറാണ്, നിർദ്ദേശക്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലാദ്യം നമ്മുടെ മൂൾ കഹാനി എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് ആണല്ലോ. പ്രേംചന്ദിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. എല്ലാവരും റെഡി അല്ലേ? യെസ്. പ്രേംചന്ദ്, ഇതാണ് പ്രേംചന്ദ്. ഹിന്ദിയിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് പ്രേംചന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹിന്ദി കഥാസാഹിത്യത്തില്, ഹിന്ദി ഉപന്യാസ സാഹിത്യത്തില് എല്ലാ മേഖലകളിലും തുടക്കം കുറിച്ച വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പ്രേംചന്ദ്. പ്രേംചന്ദ് കാ ജന്മ और मृत्यु ये दोनों അത് രണ്ടും തന്നിട്ടുണ്ട്. उनकी जन्म 31 ജൂലൈ 1818 और मृत्यु 8 ഒക്ടോബർ 1936 ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് പ്രേംചന്ദിനെ കുറിച്ച് വായിക്കാം. हिंदी के सबसे महान कथाकार है प्रेमचंद. ഹിന്ദിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു കഥാകാരനാണ് ആര്? പ്രേംചന്ദ്. उनका असली नाम धनपत राय श्रीवास्तव है. उनका असली नाम क्या है? धनपत राय श्रीवास्तव. അപ്പൊ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നാണ്? എഴുതുന്നത് ഏത് പേരിലാണ്? പ്രേംചന്ദ് എന്ന പേരിലാണ് ഇദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ നോക്കി വെക്കണം. ഉൻകാ അസലി നാം ധൻപത് റായ് ശ്രീവാത്സവ്. ഉൻകാ യഥാർത്ഥ നാം ധൻപത് റായ് ശ്രീവാത്സവ് ഹേ. അദ്ദേഹം എഴുതിയിരിക്കുന്ന പേര് പ്രേംചന്ദ് ആണ്. കഥകളൊക്കെ എഴുതുന്ന പേരാണ് പ്രേംചന്ദ്. പിന്നെ ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഉറുദു സാഹിത്യത്തിലും പ്രേംചന്ദ് കഥകളെല്ലാം എഴുതാറുണ്ട്. ഉറുദു സാഹിത്യത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. അതേതാണെന്നറിയോ? അത് നമ്മളുടെ ഈ ബുക്കിൽ തന്നിട്ടില്ല. നമുക്കൊന്ന് എക്സ്ട്രാ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പം ഉറുദു സാഹിത്യത്തിൽ ഇദ്ദേഹം എഴുതുന്ന പേരാണ് നവാബ് റായ്. ഓക്കെ, നവാബ് റായ് എന്ന പേരിലാണ് ഇദ്ദേഹം ഉറുദു സാഹിത്യത്തിൽ എഴുതുന്നത്. ഏത് ഭാഷയിലാണ്? ഉറുദുവിൽ എഴുതുന്നത് നവാബ് റായ് എന്ന പേരിലാണ്. ഓക്കെ,
അപ്പൊ നമ്മള് ഇനി പ്രേംചന്ദിന്റെ പ്രധാന രചനകൾ ഏതാന്ന് നോക്കാം. ഉൻകി പ്രമുഖ രചനായ ഹേ മാനസരോവർ. മാനസരോവർ എന്ന കഥയ്ക്ക് എന്താണ് 8 ഭാഗ്, 8 ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ ആദി. രംഗഭൂമി, ഗബൻ, നിർമ്മല, ഗോദാൻ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ എന്താണ് അറിയപ്പെടുന്ന നോവലുകളാണ്. പിന്നെ ഇതിനു പുറമെ ഇദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഹിന്ദി സാഹിത്യത്തിലെ തന്നെ വളരെ അറിയപ്പെടുന്നതും വളരെ പ്രശസ്തനായിട്ടുമായുള്ള ഒരു എഴുത്തുകാരനാണ് പ്രേംചന്ദ്. അപ്പൊ പ്രേംചന്ദിന്റെ ഏത് കഥയാ നമുക്ക് പഠിക്കാനുള്ളത്? ഏതാ? ബൂഢി കാക്കി. ഓക്കെ, അപ്പൊ ബൂഢി കാക്കി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് നോക്കണം? ബൂഢി കാക്കി എന്ന മൂൾ കഹാനി എഴുതിയ എഴുത്തുകാരനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി പ്രേംചന്ദിന്റെ ബൂഢി കാക്കി സിനിമയാക്കിയ ഒരു ഫിലിം ആക്കി തയ്യാറാക്കിയത് ആരാണ്? അതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ നിർദ്ദേശകാരാണ് ഗുൽസാർ. ആരാണ്? ഗുൽസാർ. അപ്പൊ ഗുൽസാറിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാ തന്നതെന്ന് നമുക്ക് നോക്കാം. ഗുൽസാർ का जन्म 18 അഗസ്റ്റ് 1934 ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മൃത്യു തന്നിട്ടില്ല. അപ്പോൾ എന്താണ്? ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഗുൽസാർ हिंदी गीतकार होने के साथ ही गजलकार, पटकथा लेखक, फिल्म निर्देशक भी है. അപ്പൊ ഗുൽസാർ ആരൊക്കെയാണ്? ഹിന്ദി ഗീതക്കാരാണ്. ഹിന്ദിയിൽ എന്താണ് പാട്ടൊക്കെ എഴുതുന്ന ഒരാളാണ്. പിന്നെയോ ഒരു ഗസൽക്കാരാണ്, ഗസല് വായിക്കുന്ന ആളാണ്. പട്കഥാ ലേഖകാണ്. പട്കഥ എന്താ? പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ. സിനിമയുടെ എല്ലാം ഫിലിംസിന്റെ തിരക്കഥ എഴുതുന്ന ആളാണ് ആര്? ഗുൽസാർ. പിന്നെയോ ഫിലിം നിർദ്ദേശക് ബി ഹേ. ഫിലിമിന്റെ ഡയറക്ടർ കൂടിയാണ് ആര്? ഫിലിം ഡയറക്ടർ കൂടിയാണ് ഗുൽസാർ. പത്മഭൂഷൺ, ഓസ്കാർ പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാർ ആദി സേവേ സമ്മാനിത് ഹേ. അപ്പൊ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പ്രശസ്തമായ പുരസ്കാരങ്ങളാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? പത്മഭൂഷൺ ഉണ്ട്, ഓസ്കാർ ഉണ്ട്, ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ ഉണ്ട്, സാഹിത്യ അക്കാദമി പുരസ്കാർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഗുൽസാർ. അപ്പൊ ഗുൽസാർ സംവിധാനം ചെയ്ത ബൂഢി കാക്കി എന്ന സിനിമ നിങ്ങൾക്ക് സ്കൂളിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സ്കൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സിനിമ എന്താണെന്നുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്നത് കൂടെ ആയിട്ടുള്ള ഒരു സിനിമയാണ് ബൂഢി കാക്കി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ബൂഢി കാക്കിയുടെ ശസ്തി ഓർ ബ്ലബ് അതാണ് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ശസ്തി ഓർ ബ്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്താണെന്ന് അറിയോ? അറിയില്ല അല്ലേ? അപ്പൊ എന്താ നമുക്ക് നോക്കാം. ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ആഹാ ഇതെനിക്കറിയാലോ, ഇത് ഞാൻ മുന്നേ എനിക്കറിയുന്ന കാര്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഒരുപാട് കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. വായിക്കാം നമുക്ക്. ശസ്തി അഥവാ ബ്ലബ് ക്യാ ഹേ? ശസ്തി അല്ലെങ്കിൽ ബ്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ബ്ലബ്? ब्लब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ബ്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസി പുസ്തക് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെയോ, സിനിമ യാ അന്യ സൃജൻകാര് സിനിമ ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങള് അതിന്റെ പ്രചാർ കേ ലിയേ ലിഖേ ജാനേ വാലെ പ്രേരക് സാരാംശ് ഹേ. അത് മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിനായിട്ട്, ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ആ പുസ്തകം അല്ലെങ്കിൽ ആ ഫിലിം എത്തിക്കുന്നതിനായിട്ട് അതിനായിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറിയ സാരാംശം, അതാണ് ബ്ലബ് അല്ലെങ്കിൽ ശസ്തി എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകമോ ഒരു ഫിലിമോ ഒക്കെ നമ്മൾ എന്താ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും സിനിമ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ പറ്റിയുള്ള അതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആഹാ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമുക്ക് പോയി കണ്ടാലോ. ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ പറയും, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ പറയും, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമായിട്ടുണ്ട്, അതിന്റെ ട്രെയിലർ ഞാൻ കണ്ടു, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് പോവാന്ന് പറയും. അപ്പൊ ആ ട്രെയിലറിൽ എന്താണ്? ആ സിനിമയുടെ ഫസ്റ്റ് ടു എൻഡ് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ്
ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം, നമുക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കണമെങ്കിൽ എന്താ, പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വായിക്കുമോ? ഇല്ല. ഫസ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടൊക്കെ നമ്മൾ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന്. അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു ചെറിയ സാരാംശത്തെയാണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബ്ലർബ് में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്ലർബിൽ എന്താണ്, ഒരു പുസ്തകത്തിലെയോ അല്ലെങ്കിൽ ഒരു ഫിലിമിനെയോ സംബന്ധിച്ചിട്ടുള്ള മഹത്വപൂർണ്ണ ബാത്തോം ഹി, അതിനെപ്പറ്റി പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷാമിൽ കിയാ ജാതാ ഹെ. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. ഇതിൽ എന്തുണ്ടായിരിക്കും? ഈ രചനയെ പറ്റിയിട്ട്, എന്താണോ നമ്മളുടെ ആ ഒരു കൃതി, ആ കൃതിയെ പറ്റിയിട്ടും അത് എഴുതിയിരിക്കുന്നത് ആരാണോ അതിന്റെ രചനാകാരനെ പറ്റിയിട്ടുമുള്ള ഒരു സംക്ഷിപ്ത വിവരണം, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വിവരണം ഈ ശസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ഏതെങ്കിലും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആ സ്റ്റോറിയിൽ ഉണ്ടെങ്കിൽ അതിനെ കൂടി ഉൾപ്പെടുത്തുന്നത് എന്തായിരിക്കും? വളരെ നല്ലതല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കും. ഓക്കെ. ब्लर्ब आमतौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ഈ ബ്ലർബ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എങ്ങനെയാ, ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പിച്ചലെ ആവരൺ പർ, അതിന്റെ പുറംഭാഗത്ത്, അതിന്റെ ഏറ്റവും പുറംഭാഗത്തുള്ള ചട്ട ഉണ്ടാവില്ലേ? നമ്മളൊരു പുസ്തകം വായിക്കുന്ന സമയത്ത്, പുസ്തകം മേടിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് ഒരു ചട്ട ഉണ്ടാകും. ആ ചട്ടയിലാണ് എന്തെഴുതുക? ഈ ശസ്തി എഴുതുന്നുണ്ടാകുക. അപ്പൊ നമ്മളിപ്പോ ഒരു ബുക്ക് സ്റ്റാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുക്സ് എല്ലാം മുന്നിൽ കാണും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകം, ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം അല്ലേ? അപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞ കഥ എന്താണ്? അതൊരു സിനിമയാക്കി മാറ്റി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാർ അല്ല അതിൽ അഭിനയിച്ചത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ പൃഥ്വിരാജിനെ? യെസ്. അപ്പൊ ആ ഒരു ആടുജീവിതം ചിലവർക്ക് എന്താണ്, അതിന്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തോന്നി ഇതെന്തായാലും എനിക്കൊന്ന് പോയി കാണണമെന്ന്. അപ്പൊ അത് കണ്ട സമയത്ത് എല്ലാവരും എന്താണ്, ആ പുസ്തകം ഒന്ന് വായിക്കാൻ ചിലരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാകും ഇല്ലേ? അപ്പൊ നമ്മളൊരു ബുക്ക് മേടിക്കാൻ വേണ്ടി ബുക്ക് സ്റ്റാളിൽ പോകുന്ന സമയത്ത് എല്ലാ പുസ്തകവും വായിച്ചു നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ കാണുമ്പോൾ അതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് നോക്കും. അപ്പൊ ഈ ബാക്ക് ഭാഗത്ത് എന്താണ്, ഇതിന്റെ ഒരു കുറിപ്പ് കാണാറില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാവും. അതാണ് ഞാൻ പറഞ്ഞ ശസ്തി. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നില്ലേ, ഇതെനിക്കറിയുന്ന കാര്യമാണല്ലോ, ഞാൻ മുന്നേ കണ്ട കാര്യമാണല്ലോ എന്ന്. യെസ്. അപ്പൊ അതിന്റെ ബുക്കിന്റെ പിച്ചിലെ ആവരൺ पर पृष्ठ छपा जाता है, അതിന്റെ പിറകിലാണ് അച്ചടിച്ചിട്ടുണ്ടാകുക. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. ഈ ബ്ലർബ് അത് പ്രിന്റ് ചെയ്യുന്നതിന്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് വായിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കോ എന്തായിരിക്കണം, അത് വളരെ ആകർഷകമായിരിക്കണം. അത് വളരെ അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് എടുക്കുള്ളൂ, നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. ഈ ബ്ലർബ് വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ്, ആ ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ആ ഫിലിം കാണാനോ വേണ്ടിയിട്ട് നമ്മൾ വളരെ എന്താണ്, എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. അപ്പം ഈ ഒരു ദൃഷ്ടിയിൽ, ഈ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ബ്ലർബ് എന്ന് പറയുന്ന ഒരു സ്വയം ഹി ഏക്ക് സൃജനാത്മക കാര്യ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മളൊരു ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഒരു സൃജനാത്മക കാര്യമാണ്. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ശൈലി ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്താണ്, ബുക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. നമ്മൾ അതിനോട് വായിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുക ഈ ശസ്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ?
എന്താണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത്? ഒരു ബുക്കിന്റെയോ ഒരു ഫിലിമിന്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വസ്തുക്കളുടെ ഏറ്റവും പുറംഭാഗത്തായിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു സംക്ഷിപ്ത വിവരണം, അതാണ് ശസ്തി. ആ ശസ്തിയിൽ എന്തുണ്ടായിരിക്കും? എഴുത്തിനെ പറ്റിയിട്ടുണ്ടാകും, എഴുത്തുകാരനെ കുറിച്ചിട്ടുണ്ടാകും. പിന്നെ അതിലേതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ലോകപ്രിയമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടും എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഏത് ശസ്തിയാണ് പഠിക്കാനുള്ളത്? ആരുടെ ശസ്തിയാ പഠിക്കാനുള്ളത്? ഏത് കഥയുടെ ശസ്തിയാ? बूढ़ी काकी. बूढ़ी काकी का मूल कहानीकार कौन है? बूढ़ी काकी का मूल कहानीकार का नाम है प्रेमचंद. प्रेमचंद का असली नाम क्या है? प्रेमचंद का असली नाम धनपत राय श्रीवास्तव है. के बूढ़ी काकी फिल्म का निर्देशक कौन है? बूढ़ी काकी फिल्म का निर्देशक है गुलजार. ഇത്രയും ഭാഗം ബേസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് എന്ത് നോക്കാം? ബൂഢി കാക്കിയുടെ ശസ്തി വായിക്കാം. റെഡി അല്ലേ? ബൂഢി കാക്കി. അപ്പൊ എന്താണ് ഈ ബൂഢി കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ ആർക്കെങ്കിലും? ബൂഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിന്റെ മീനിങ് ആണ് ബൂഢി. ബൂഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഇവരുടെ അടുത്ത് ആരാളുള്ളത്? ഒരു ചെറിയ പെൺകുട്ടി, ഇതോ കുറച്ച് പ്രായമായൊരു സ്ത്രീ. അപ്പൊ മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ എന്താണ്, എല്ലാവരും ഇതുപോലെ എന്നും നിങ്ങളെപ്പോലെയും ഈ കുട്ടിയെ പോലെയൊക്കെ എന്നും ബാല്യാവസ്ഥയിലിരിക്കോ? എന്നും നമ്മൾ ചെറുതായിട്ടിരിക്കോ? ഇല്ല. മനുഷ്യരെന്താണ്, ഓരോ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഏറ്റവും ചെറുപ്പത്തിൽ ഏതാണ്? നമ്മളെ ഏറ്റവും ചെറിയ കുഞ്ഞു പ്രായം ശൈശവുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ വലുത് കഴിഞ്ഞാൽ നമ്മൾ ഏതവസ്ഥയിലെത്തും? നമ്മുടെ ഒരു ബാല്യകാലത്തെത്തും. ബാല്യകാലം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ കുറച്ച് മുതിർന്നൊരു പ്രായമായി. മുതിർന്ന പ്രായം, നിങ്ങളുടെയൊക്കെ പ്രായം ഒരു 9th 10th പഠിക്കുമ്പോൾ നമ്മൾ എന്തായി? ഒരു കൗമാരക്കാരായി. കൗമാരപ്രായം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ യൗവനാവസ്ഥയിലെത്തും. യൗവനാവസ്ഥ പതുക്കെ പിന്നെ പോകെ പിന്നിട്ട് നമ്മൾ എന്താണ്, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏത് സ്റ്റേജിലെത്തും? വാർദ്ധക്യം അല്ലേ? വാർദ്ധക്യം എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. ഏറ്റവും പ്രായമാകുന്ന അവസ്ഥയിൽ എന്താ, നമുക്ക് ചെറുപ്പകാലത്തുള്ള പോലെ ഊർജവും പ്രസരിപ്പൊക്കെ ഉണ്ടാവുമോ? ഇല്ല. വാർദ്ധക്യാവുന്ന സമയത്തേക്ക് നമ്മൾ എന്താവും? എല്ലാവരും വളരെ ക്ഷീണിച്ച് ജോലിയൊന്നും ചെയ്യാൻ കഴിയാതെയും ജോലിക്ക് പോകാനൊന്നും പറ്റാതെയും ഒക്കെ ആകും. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സ്റ്റേജ് എത്തും അല്ലേ? അപ്പൊ വാർദ്ധക്യം എന്ന സ്റ്റേജിന് നമ്മൾ പറയുന്ന പേരാണ് ഹിന്ദിയിൽ എന്താ പറയാ? ബൂഡാപ്പ എന്ന് പറയും, ബൂഡാപ്പൻ. അപ്പൊ ബൂഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൃദ്ധയായ. ബൂഢി. കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി എന്നാണ് കറക്റ്റ് ആയിട്ട് മീനിങ്. വൃദ്ധയായ അമ്മായി, ഇളയമ്മ, അമ്മായി, ചെറിയമ്മ, ഈ ഒരു മീനിങ് ആണ് ബൂഢി കാക്കി എന്ന വേർഡിന്റെ മീനിങ്. അപ്പൊ ബൂഢി കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൃദ്ധയായ അല്ലെങ്കിൽ പ്രായമായ ഇളയമ്മ. ഓക്കെ, അതാണ് നമ്മുടെ ബൂഢി കാക്കി എന്ന പേരിന്റെ മീനിങ്. ക്ലിയർ അല്ലേ? ഈ ബൂഢി കാക്കിയുടെ ശസ്തി നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ ശസ്തിയിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു, എഴുത്തുകാരനെ കുറിച്ചിട്ടും കഥയെ കുറിച്ചിട്ടുമുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സംഗതി, അതല്ലേ ഉണ്ടാകുക. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽജയി കഥാകാർ, കാലാതീതമായ, അത് അങ്ങനെ പറഞ്ഞാൽ എന്താ, കാലങ്ങൾ കഴിഞ്ഞാലും അറിയപ്പെടുന്ന കാലാതീതമായ കഥാകാർ, വളരെ പ്രശസ്തി ആർജിച്ച കഥാകാരനായ പ്രേംചന്ദ് की एक मार्मिक कहानी है बूढ़ी काकी. കാലാതീതമായ വളരെ പ്രശസ്തനായ കഥാകാരനായ പ്രേംചന്ദിന്റെ ഒരു മാർമികമായ ഒരു അറിയപ്പെടുന്ന കഥയാണ് എന്ത്? ബൂഢി കാക്കി. കഥ അല്ലെങ്കിൽ കഹാനിയാണ് ബൂഢി കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है. എന്താ പറയുന്നത്? മാനവീയ കരുണാക്കി ഭാവനാസെ,
മാനവീയ കരുണാക്കി ഭാവന. എന്താ? മനുഷ്യന്റെ ആ ഒരു കരുണ നിറഞ്ഞ, മനുഷ്യ മനസ്സിന്റെ കരുണ നിറഞ്ഞ ആ ഒരു നമ്മളുടെ ആ ഒരു അവസ്ഥ, ആ ഒരു ഭാവന ഓതപ്രേത് നിറഞ്ഞു നിൽക്കുന്ന ഈ കഹാനിയില് ബുഢാപ്പേക്ക് സമസ്യാക്കോ പ്രസ്തുത്യാഗയാഹേ, വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ, വാർദ്ധക്യാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇതിൽ എന്താണ് പ്രസ്തുത്യാഗയാഹേ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇവിടെ കഥാകാരനെ പറ്റി പറഞ്ഞു, പിന്നെ കഥയെ പറ്റിയിട്ടും വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു. നെക്സ്റ്റ്, वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की और कहानी इशारा करती है. വൃദ്ധജനവും നമ്മൾ പറഞ്ഞു, ആരാണ് ഈ വാർദ്ധക്യാവസ്ഥയിലെത്തുക? നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പൊ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തുന്ന മനുഷ്യരെ നമ്മൾ എന്ത് പേരിലാ വിളിക്ക? അവരൊക്കെ വൃദ്ധരാണ് അല്ലേ? വൃദ്ധരാണ്. വൃദ്ധരാക്കാൻ വേണ്ടിയിട്ട് വൃദ്ധസദനം ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ളവരെ നമ്മൾ പറയും വൃദ്ധരാണ്. നമ്മൾ പറയും, പരിഹസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ, നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ പറയുന്ന ഞാനും എന്താണ്, നാളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ആരും ഇതുപോലെ നിൽക്കുവോ? ഇല്ല. ആരും എന്നും കുട്ടിയായിട്ടോ യൗവനാവസ്ഥയിലോ ഒന്നും ആരും നിൽക്കുന്നില്ല. എല്ലാവരും പോകെ പോകെ വാർദ്ധക്യം എന്ന സ്റ്റേജിലേക്ക് എത്തും. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? വൃദ്ധജനോं की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की और कहानी इशारा करती है. അപ്പൊ ഈ കഥയിൽ എന്താ പറയുന്നത്? വൃദ്ധജനങ്ങളുടെ ജായ്ദാദ്, ജായ്ദാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത്, സ്വത്തും സമ്പത്തുമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം, അതെല്ലാം കൈക്കലാക്കിയതിനു ശേഷം നമ്മൾ എന്താണ് അവരെ ഉൻകി ഉപേക്ഷ കർണേ വാലേ, നമ്മൾ അവരെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവരെ ഉപേക്ഷിക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വെളിച്ചം വീശുന്നത്. ഓക്കെ, വൃദ്ധജനങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുത്തതിന് ശേഷം അവരെ എന്താണ് ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുന്നത് ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ? പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകും. അവരുടെ സ്വത്തെല്ലാം തട്ടിയെടുത്തതിന് ശേഷം അവരെന്താ, നമുക്ക് വേണ്ട, അവരെ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. ചിലര് ഉപേക്ഷിക്കുന്നു. മക്കളും അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഈ കഥ നമ്മളെ സ്വീകരിക്കുന്നത്. ബൂഢി കാക്കിക്കോ വിധവാ ഹുയെ 5 വർഷ ഹോ ചുക്കേ ഹേ. ബൂഢി കാക്കിക്കോ, ബൂഢി കാക്കി എന്താണ്? വിധവയായിട്ട്. വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭർത്താവ് മരിച്ച സ്ത്രീയെ വിധവ എന്ന് പറയുന്നു. അപ്പൊ ബൂഢി കാക്കി വിധവയായിട്ട് 5 വർഷ ഹോ ചുക്കേ ഹേ. എത്ര വർഷമായി? 5 വർഷമായി. ഓക്കെ, ബൂഢി കാക്കി കോ വിധവ ഹുയെ 5 വർഷ ഹോ ചുക്കേ ഹേ. ഉസ്കെ ജവാൻ ബേട്ടേക്ക് ഭി അകാൽ മൃത്യു ഹുയി. അവരുടെ എന്താണ്? ഇളയ മകൻ, ഉസ്കെ ജവാൻ ബേട്ട, അവരുടെ മകനും എന്താണ്? അകാൽ മൃത്യു ഹുയി, അവനും അകാലത്തിൽ മരണപ്പെട്ടു. ഈ സംസാർ മേ ബൂഢി കോ അപ്നാ കഹനെ വാലാ കോയി നഹി. ഈ സംസാർ മേ, ഈ ലോകത്തില് ബൂഢിക്കോ അപ്നാ കഹനെ വാലേ, ഈ വൃദ്ധയായ സ്ത്രീക്ക്, ഈ ബൂഢിക്ക് എന്താണ്? അപ്നെ കഹനെ വാലേ, തന്റേതെന്ന് പറയാൻ കൊയ് നഹി, ആരുമില്ല. ഓക്കെ, അപ്പൊ ആകെയുള്ള എന്താണ്? ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചു. പിന്നെ ഒരു മകൻ ഉണ്ടായിരുന്നു, മകനും മരിച്ചു. പിന്നെ തന്റേതെന്ന് പറയാനായിട്ട് ഈ ബൂഢിക്ക് ആരുമില്ല. അപ്നാ കഹനെ വാലേ ബൂഢിക്കോ കൊയ് നഹി ഹേ. ക്ലിയറല്ലേ? കാക്കി अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी. ഈ കാക്കി, ഈ ഇളയം എന്താണ്? അപ്പനി സാരി സമ്പത്തി, തന്റെ പേരിലുള്ള എല്ലാ സ്വത്തും, ഇവരുടെ പേരിലുള്ള എല്ലാ സ്വത്തും എന്താണ്? അപ്പനെ ഭതീജയ്ക്ക് നാം, ഭതീജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകൻ എന്ന് പറയും. അതായത് മോളുടെ ഹസ്ബൻഡ് അല്ല, പകരം നമ്മുടെ സഹോദരന്റെ മകൻ ഉണ്ടാവില്ലേ, ബ്രദറിന്റെ മകൻ, അങ്ങനെ, അതാണ് ഭതീജ. അപ്പൊ ഈ ഭതീജയുടെ പേരിലേക്ക് എന്താണ്? എല്ലാ സമ്പത്തും കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭതീജ ഉള്ളത്, ആ മരുമകനാണുള്ളത്. അപ്പൊ ഈ ഭതീജ നോക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാ സ്വത്തും ഭതീജയ്ക്ക് കൊടുത്തു. ഇൻസാൻ കെ ലാലച്ച് കി കൊയ് സീമാ നഹി ഹോത്തി. ഇൻസാൻ, മനുഷ്യന്റെ, ഇൻസാൻ കി ലാലച്ച്, മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് കൊയ് സീമാ നഹി ഹോത്തി, യാതൊരു പരിധിയും ഇല്ല.
മനുഷ്യൻ എന്താണ്, എത്ര കിട്ടിയാലും ഇനിയും ഒരുപാട് വേണമെന്നാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്താണ്, 10 രൂപ കിട്ടിയാൽ വിചാരിക്കും 10 പോരാ 100 വേണമെന്ന്, 100 കിട്ടിയാൽ വിചാരിക്കും 100 പോരാ 1000 വേണമെന്ന്. അപ്പൊ മനുഷ്യന്റെ ആഗ്രഹത്തിന് എന്താ, ആഗ്രഹമല്ല, അത്യാഗ്രഹത്തിന് യാതൊരു പരിധിയുമില്ല. ഓക്കെ, इंसान के लालची कोई सीमा नहीं होती. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. ബുദ്ധിറാം और രൂപ, ഇപ്പൊ 2 പേര് വന്നു. ബൂഡി കാക്കി അല്ലാതെ നെക്സ്റ്റ് വന്ന 2 പേരാണ് ബുദ്ധിറാം. ബുദ്ധിറാം എന്ന് പറയുന്നത് ആരായിരിക്കും, ബുദ്ധിറാം എന്ന് പറയുന്നതാണ് ഈ ഭതീജ. ഓക്കെ, ബൂഡി കാക്കിയുടെ ഭതീജയാണ് ബുദ്ധിറാം. ബുദ്ധിറാം और രൂപ, രൂപ എന്ന് പറയുന്നത് ബുദ്ധിറാമിന്റെ വൈഫാണ്. ഓക്കെ, ബുദ്ധിറാമിന്റെ വൈഫാണ് രൂപ. अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं. तब तक എപ്പോൾ വരെ വളരെ നന്നായിട്ടിരുന്നു. എപ്പോൾ വരെയാണ്, जब तक എപ്പോ വരെ, वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അവരുടെ പേരുള്ള എല്ലാ സമ്പത്തും ഈ ഭതീജയ്ക്ക് കൊടുക്കുന്നത് വരെ. ക്ലിയർ ആയോ? ഭതീജയുടെ പേരില് ബൂഡി കാക്കി എല്ലാ സമ്പത്തും കൊടുക്കുന്നത് വരെ അവര് വളരെ നന്നായിട്ട് നമ്മുടെ ബൂഡി കാക്കിയെ നോക്കി. ബൂഡി കാക്കിയോട് വളരെ സ്നേഹത്തോടും അച്ഛേ തരസെ വ്യവഹാർ കർത്തി ഹെ, വളരെ നന്നായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. എപ്പോൾ വരെ, ഈ സമ്പത്തെല്ലാം കൊടുക്കുന്നത് വരെ. സമ്പത്തെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ എന്തായി, അവരുടെ സ്വഭാവവും മാറി. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. അപ്പം ഇവരെന്താണ്, വേ ലോഗ്, ഈ 2 പേരും, അതായത് ഈ ബുദ്ധിറാമും രൂപയും എന്താണ്, ബൂഡി കാക്കി ക അപമാൻ और തിരസ്കാർ करते थे. ബൂഡി കാക്കിയെ ഒരുപാട് അപമാനിക്കുകയും തിരസ്കാർ ചെയ്യുക, ഒഴിവാക്കുകയും ഒക്കെ അവരോട് എന്താണ്, ഒരു പുച്ഛ മനോഭാവമൊക്കെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഈ പണം, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, സ്വത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, ബൂഡി കാക്കി അവർക്ക് ഇഷ്ടമല്ലാതായി. അവരെ അപമാനിക്കാൻ തുടങ്ങി, അവരെ പുച്ഛിക്കാൻ തുടങ്ങി, ഇതെല്ലാം തുടങ്ങി. ഭർപേട്ട് ഭോജൻ സേ ബി വഹു വഞ്ചിത്തേ. ഭർപേട്ട് ഭോജൻ സേ, ഭർപേട്ട് ഭോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾക്ക് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വികാരമുണ്ട്. എന്താ, വിശപ്പ്. വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലാസ്സിലിരിക്കുകയാണ്, ലഞ്ച് ടൈമായി, ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആയിട്ടും മിസ് ക്ലാസ് നിർത്തുന്നില്ല. മിസ് പിന്നെയും ക്ലാസ് എടുത്തോണ്ട് നിൽക്കുകയാണ്. അതൊരു വൈകുന്നേരം വരെ എടുക്കാൻ നിങ്ങൾ സമ്മതിക്കുവോ? നിങ്ങൾക്ക് വിശക്കില്ലേ? നിങ്ങൾ പറയില്ലേ മിസ്സേ വിശക്കുന്നുണ്ടെന്ന് പറയില്ലേ? അപ്പൊ എന്താണ്, നമുക്ക് കുറച്ചു നേരത്തെ വിശപ്പ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബൂഡി കാക്കിക്ക് എന്താ, ഭർപേട്ട് ഭോജൻ സേബി വഹു വഞ്ചിത്തേ, വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നതിൽ വരെ അവരെ വഞ്ചിക്കാൻ തുടങ്ങി. ഈ ബുദ്ധിറാമും രൂപയും വയറ് നിറയെ ഭക്ഷണം വരെ ആർക്ക് കൊടുത്തില്ല, ബൂഡി കാക്കിക്ക് കൊടുത്തിരുന്നില്ല. ക്ലിയർ അല്ലേ? जो रिश्ते ढीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. ഈ ഒരു ബന്ധം, ഈ ബുദ്ധിറാമും ബൂഡി കാക്കിയുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്, ഒരു അയഞ്ഞ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അയഞ്ഞ രീതിയിൽ, അതായത് എന്താ, ഇവരുടെ ഈ സമ്പത്തെല്ലാം കൈക്കലാക്കുന്നത് വരെ അവരോട് കുറഞ്ഞൊരു സ്നേഹത്തിലും കാര്യത്തിലും ഒക്കെ നിന്ന് ഒരു അയഞ്ഞ രീതിയിൽ അങ്ങനെ പെരുമാറി. പക്ഷെ ഈ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, വേരിസ്തെ ഖതം ഹോ ജാത്തേ ഹേ, ആ ഒരു ബന്ധം തന്നെ ഇല്ലാതായി. സമ്പത്ത് കിട്ടിയതിന് ശേഷം ബൂഡി കാക്കിയെ ആർക്കും വേണ്ട. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. छोटी लड़की लाडली, ഈ പേരൊന്ന് നോട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും ഈ സ്റ്റോറിയിൽ നമുക്ക് വരുന്നൊരു പേരാണ് ആര്, ചോട്ടി ലഡ്കി ലാഡ്ലി. നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ നമ്മളൊരു പിക്ചർ കണ്ടു, വൃദ്ധയായ ഒരു സ്ത്രീ. ആ വൃദ്ധയായ സ്ത്രീ ആരാണ്, ബൂഡി കാക്കി. ബൂഡി കാക്കിയുടെ അടുത്ത് എന്താണ്, ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏക് ചോട്ടി ലഡ്കി ഹേ, യേ ലഡ്കി കാ നാം ക്യാ ഹേ, ലാഡ്ലി. ലഡ്കി കാ നാം ക്യാ ഹേ, ലാഡ്ലി. അപ്പൊ നിങ്ങൾ പേര് മറന്നു പോകരുത്. നമ്മൾ ഈ ഷസ്തി ഇതുവരെ വായിച്ച സമയത്ത് എന്തൊക്കെ പേരാ പറഞ്ഞത്, മെയിൻ ക്യാരക്ടർ ബൂഡി കാക്കിയെ പറഞ്ഞു, പിന്നെയോ ബുദ്ധിറാം ബൂഡി കാക്കി की भतीजा है, रूबा ബുദ്ധിറാം की पत्नी है और छोटी लड़की लाडली. ബുദ്ധിറാമിന്റെ ചെറിയ പെൺകുട്ടിയാണ് ആര്, ലാഡ്ലി.
परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അവള് മാത്രമായിരുന്നു ആ കുടുംബത്തില് ഈ പാവപ്പെട്ട ഈ ഒരു ആത്മാവിനെ, ഈ ആത്മാ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ഹൃദയായ സ്ത്രീയെ ദേഖ്ഭാൽ കർണേക്ക് അവരെ നോക്കുന്ന, ആകെ അവരെ പരിചരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഈ ലാഡ്ലി മാത്രമാണ്. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. അപ്പം മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയമായ, നമുക്ക് എന്താണ് വളരെ ഓർക്കപ്പെടുന്ന, നമുക്ക് വളരെ അവിസ്മരണീയമായിട്ടുള്ള ഈ കഹാനിയെ, ഈ കഥയെ എന്താണ്? ഗുൽസാർ കി സംവേദനശീൽ और മാർമിക് ലഘു ഫിലിം. ഗുൽസാർ എന്താണ്? അതിനെ വളരെ ഹൃദയസ്പർശിയായിട്ട്, വളരെ സംവേദനശീലമായിട്ട് ഒരു ലഘു ഫിലിം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ശസ്തിയിൽ എന്തൊക്കെയാ പറഞ്ഞത്? വൃദ്ധയായ ഒരു സ്ത്രീ, വൃദ്ധയായ സ്ത്രീ എന്താണ്? നോക്കാൻ ആരുമില്ല. സമ്പത്ത് കിട്ടിയതോട് കൂടിയിട്ട് എന്താണ്? അവരുടെ ഭതീജ അവരെ കൈയൊഴിഞ്ഞു. ബുദ്ധിറാമും രൂപയും അവരെ നോക്കാതെയായി. അവർക്ക് എന്താണ്? ഭക്ഷണം വരെ വയറ് നിറയെ കൊടുക്കാതെയായി. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഹസ്ബൻഡും മരിച്ചു, മകനും മരിച്ചു, നോക്കാൻ ആരുമില്ല. ഉള്ളൊരു ബന്ധുക്കൾ എന്താ ചെയ്യുന്നത്? സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് അവരെ പട്ടിണിക്കിടുകയാണ്. പിന്നെ ആ വീട്ടിൽ ആകെ അവർക്കൊരു ആശ്രയം എന്ന് പറയാൻ ഈ ബുദ്ധിറാമിന്റെ ചോട്ടിലടുക്കി ലാഡ്ലിയാണ്. ഓക്കെ, അവർ മാത്രമാണ് അവർക്കുള്ള ഒരു ആശ്രയം. അപ്പൊ ഇതുവരെ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ആ ഒരു പിക്ചറൊക്കെ ഇങ്ങനെ വരുന്നില്ലേ? വരുന്നില്ലേ? യെസ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഈ ബോഡിക്കാച്ചി ഫിലിം ഒന്ന് കണ്ടാലോന്ന്, ഈ സ്റ്റോറി ഒന്ന് വായിച്ചാലോന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? യെസ്, അതിനാണ് ഈ ശക്തി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അത്തരത്തിലൊരു തോന്നൽ എന്താണ് ഈ ശക്തി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും എന്താണ് ഈ ഒരു ഫിലിം തീർച്ചയായും കാണിച്ചു തരും. തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു ഫിലിമാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് അതിനു മുന്നേ തന്നെ സ്കൂളിൽ നിന്ന് കാണിച്ചു തരാനുള്ള ക്ഷമ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുക. ബൂഡി കാക്കി പ്രേംചന്ദ് കി ബൂഡി കാക്കി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫിലിം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ബൂഡി കാക്കിയുടെ ശക്തി ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഈ കഥ കാണിച്ചു തരുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഈ കഥയിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിലിം പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാലാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫിലിമിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോ ഈ ശക്തിയിൽ എന്താണ് ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാനൊക്കത്തില്ല. പിന്നെയോ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫിലിം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്. അപ്പൊ അതിൽ ആ ഒരു അവസ്ഥ, ആ ബൂഡി കാക്കി ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഞാൻ ആ കഥയൊന്ന് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ ബൂഡി കാക്കിയെ പരിചരിക്കാനായിട്ട് ബുദ്ധിറാമും രൂപയും ഒന്നും തയ്യാറാകുന്നില്ല. അപ്പൊ ഈ ബുദ്ധിറാമും രൂപയും കൂടാതെ ആ വീട്ടില് ബുദ്ധിറാമിന് 2 ആൺകുട്ടികളും കൂടെ ഉണ്ട്. ബുദ്ധിറാമിന് 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും ഉണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയും ലാഡ്ലിയും ആണുള്ളത്. അപ്പൊ ബുദ്ധിറാമിന്റെ ഈ ലാഡ്ലി മാത്രമേ നമ്മുടെ ബൂഡി കാക്കിയെ സംരക്ഷിക്കുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. പിന്നെയോ ഈ 2 ആൺകുട്ടികളും ആരെ പോലെ തന്നെയാണ്? ബുദ്ധിറാമിനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ അവരും അതുപോലെ തന്നെ ഈ ബൂഡി കാക്കിയോട് സ്നേഹമൊന്നും അവർ കാണിക്കുന്നില്ല. അവരുടെ കാക്കിയോട് അവർക്ക് വെറുപ്പാണുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വീട്ടിൽ ബുദ്ധിറാമും രൂപ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. രൂപ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണമൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഈ കാക്കിക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ റോട്ടി ഈ നമ്മുടെ നമ്മളെ പോലുള്ളതുമല്ല, വളരെ ഉണങ്ങിയിട്ടുള്ള, വളരെ അവർക്ക് വേണ്ടാത്ത, അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അവർ വളരെ മോശമാക്കിയുള്ള ഭക്ഷണം ഈ കാക്കിക്ക് കൊടുക്കുകയും ചെയ്യും. അത് തന്നെ അവള് കുറച്ചൊരു ഈ രൂപ എന്ന് പറഞ്ഞ വ്യക്തി കുറച്ച് മനസ്സിലൊരു കുറച്ചൊരു പേടി ഭക്തിയൊക്കെ അതും ഉണ്ട്. പക്ഷെ എന്നാലും ബുദ്ധിറാമിനെ പോലെ തന്നെ ഇവരെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ എവിടെയോ ഒരു മനുഷ്യപ്പറ്റിന്റെ പേരിൽ എന്തെങ്കിലും വേണ്ടാത്തൊരു ഭക്ഷണം കൊടുക്കും. പിന്നെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബുദ്ധിറാമിന്റെ മകന്റെ കല്യാണം ഉറപ്പിക്കാം, മൂത്ത മകന്റെ. അപ്പോൾ ഈ മൂത്ത മകന്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കഥയുടെ സസ്പെൻസ് ആണ് പോകുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് കല്യാണം ഉറപ്പിക്കുന്ന
ഒരു ഫംഗ്ഷൻ വന്നെത്തും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റ് ഒക്കെ ബുദ്ധിറാമിന്റെ വീട്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ അറിയും. പക്ഷെ ഈ ലാഡ്ലി എന്ത് ചെയ്യുന്നോ, ബുദ്ധിറാമിന്റെ വൈഫ് കാണാതെ, ബുദ്ധിറാമും വൈഫും കാണാണ്ട് നല്ല എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ കാണാതെ പാത്തും പതിയും നമ്മുടെ കാക്കിക്ക് കൊണ്ട് കൊടുക്കും. അപ്പൊ കാക്കിക്കാണെങ്കിലോ ഭയങ്കര വിശപ്പാ, കാക്കിക്ക് വേറെ ഒന്നും വേണ്ട, വയറ് നിറയൊന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമാണ് കാക്കിക്കുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ കല്യാണം ഉറപ്പിച്ച വീട്ടിൽ നിന്നും ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരും. അപ്പൊ ഗസ്റ്റ് വരുമ്പോ എന്താണ്, ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ടൈപ്പിലുള്ള ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ കാക്കിയോട് എന്ത് പറയൂ, ഈ ഭാഗത്തേക്കൊന്നും വരണ്ട, കാക്കിയെ ഈ പരിപാടിക്ക് ക്ഷണിക്കൊന്നും ചെയ്യില്ല. കാക്കിക്ക് മാത്രമായിട്ട് വേറൊരു ചെറിയൊരു കുടില് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാക്കി അവിടെയാ താമസിക്കുക. ഇവരുടെ വീട്ടിലൊന്നും നിൽക്കാൻ കാക്കിക്ക് അനുവാദമില്ല. അപ്പൊ കാക്കിയോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയും. അപ്പൊ കാക്കിക്കാണെങ്കിൽ എന്താ, ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കല്ലേ, അപ്പൊ അതിന്റെ നല്ല സ്മെല്ലിങ്ങനെ അടിക്കാം. ആ സ്മെല്ലടിക്കുമ്പോ നമ്മുടെ കാക്കിക്ക് കൊതിയാകും. കൊതി മൂത്ത കാക്കി എന്ത് ചെയ്യുന്നോ, പതുക്കെ പതുക്കെ ആരും കാണാതെ ആ പാചകശാലയുടെ പിറകിലേക്കായിട്ട് ഇങ്ങനെ പോയി നിൽക്കും. എനിക്കെന്തെങ്കിലും കിട്ടുമോ, എനിക്കെന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ. അപ്പൊ അതാര് കാണും, ബുദ്ധിറാം കാണും. ബുദ്ധിറാം എന്താ പറയും, ബുദ്ധിറാമിനോട് അവിടെയുള്ള ആള് പറയും, ധാരാ അങ്ങനെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ടല്ലോ. ചോദിക്കുന്ന സമയത്ത് ബുദ്ധിറാം അവരെ പിടിച്ചു വലിച്ചു കൂട്ടി കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടിടും, അവരുടെ കുടില്ല, കുഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകരുതെന്ന് പറയും. അങ്ങനെ ഈ കാക്കി പാവം വിശന്ന് അങ്ങനെ കിടക്കുകയാണ്. വിശന്ന് കിടക്കുന്ന സമയത്ത് എന്താണ്, വെറും പാത്രത്തിൽ വെള്ളം മാത്രം കുടിച്ചിട്ടൊക്കെ വിശപ്പ് മാറ്റാൻ നോക്കും. അങ്ങനെ വിശപ്പ് മാറ്റി എല്ലാവരും പോകും. പോകുന്ന സമയത്ത് എന്താകും, രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ കാക്കിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യം ആർക്കും മറന്നു പോകും, രൂപയ്ക്ക് മറന്നു പോകും. ഇത്രയും ഫുഡൊന്നും ഉണ്ടായിട്ടും ആരും കൊടുക്കുന്നില്ല ഭക്ഷണമൊന്നും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്താണ്, നായ്ക്കളെ ശബ്ദവും ഒക്കെ കേൾക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാഡ്ലിയെ കാണുന്നുണ്ടാവില്ല അടുത്ത്. അപ്പൊ ലാഡ്ലി എന്താ, ഇവരാരും കാണാതെ കാക്കിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പൊ കാക്കിക്ക് എന്താണ്, വയറൊന്നും നിറയല്ല, ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത്രയും ഭക്ഷണമൊക്കെ, നല്ല ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഉണ്ടാവില്ലേ ഒരു ആഗ്രഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ കാക്കി എന്താ ചെയ്യുന്നതെന്നോ, കാക്കി ചെയ്യുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൂടെ നിറയും. കണ്ടു കഴിഞ്ഞാൽ എച്ചില് കൂട്ടിയിടില്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ്, ആ വേസ്റ്റ് പോയി കണ്ട് കാക്കി എന്താണ്, ഭക്ഷണം വാരി വാരി കഴിക്കാണ് ആർത്തിയോട് കൂടിയിട്ട്. അത്രയും വിശപ്പിനോടുള്ള എന്താണ്, വിശപ്പ് മൂത്ത്, വിശപ്പ് സഹിച്ച് അവർക്ക് എന്താണ്, ഭക്ഷണത്തോട് ആർത്തിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, മറ്റുള്ളവർ കഴിച്ച എച്ചിൽ പോയി കഴിക്കുകയാണ്. ആ വേസ്റ്റ് പോയിട്ടാണ് നമ്മുടെ ഈ കാച്ചി കഴിക്കുന്നത്. അപ്പം യേശു വന്ന് ലാഡ്ലിയെ തെരഞ്ഞു വന്ന് ഇവർക്കുണ്ടല്ലോ, നമ്മുടെ രൂപയ്ക്ക് എന്താണ്, പിന്നെ ഒരു മനസ്സിലൊരു മാനസാന്തരം ഉണ്ടാകുകയാണ്. അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, ഞാൻ അങ്ങനെ കാച്ചിയെ ഞാൻ മറന്നല്ലോ എന്നുള്ള ആ ഒരു പ്രായശ്ചിത്തം, ആ ഒരു മനസ്സിലൊരു ചേഞ്ച് രൂപയ്ക്ക് വരികയാണ്. ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ കഥയൊന്ന് ഫിലിമാക്കിയത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം. ഓക്കെ, ഇനി നമ്മുടെ ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നോക്കാം. ഫിലിം ദേഖേ മുഖ്യ ഘടനാക്കോ സൂചിബദ്ധ് കരേ. ഇപ്പൊ ഫിലിം നോക്കിയിട്ട്, ഫിലിം കണ്ടിട്ട് എന്താണ്, പ്രധാനമായിട്ടുള്ള എന്തൊക്കെ ഇൻസിഡന്റ് ആ ഉള്ളതെന്ന് പറയണം. എന്തൊക്കെയാ ഇൻസിഡന്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാക്കിയെ നോക്കാത്തതും കാക്കിയെ എന്താണ് ആരും ഭക്ഷണം കൊടുക്കാത്തതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഇൻസിഡൻസ്. അപ്പൊ നിങ്ങൾ എന്താണ് അതൊക്കെ ഒന്ന് എഴുതണം. യഹ് ഫിലിം में परिवार के बाकी लोग बूढ़ी काकी से तिरस्कार किया जाता है. ഈ ഫിലിമിൽ എന്താ, പരിവാറിലുള്ള മറ്റാളുകൾ എന്താണ്, ബൂഢി കാക്കി എന്താണ് തിരസ്കാർ ചെയ്യാണ്, അവരെ പുച്ഛിക്കുകയാണ്, അവരെ ഒഴിവാക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. ബൂഢി കാക്കി എന്താണ്, ബുദ്ധിറാം, രൂപ और उनके दो बेटे അവർ രണ്ടുപേരും എന്താണ് നമ്മുടെ ബൂഢി കാക്കിയെ ഒഴിവാക്കുക ചെയ്യുന്നത്. ये लोग उन्हें खाना भी नहीं दिया जाता है. ആ ആളുകൾ എന്താണ്, അവർക്ക് ഭക്ഷണം വരെ കൊടുക്കുന്നില്ല. ഓക്കെ, ലാഡ്ലി കേവൽ ബൂഢി കാക്കി സെ പ്യാർ കർത്താ ഹേ. നമ്മൾ പറഞ്ഞു ബൂഢി കാക്കിയോട് ആർക്കാ ആകെ സ്നേഹമുള്ളത്, ലാഡ്ലിക്കാണെന്നല്ലേ. ലാഡ്ലി കേവൽ ബൂഢി കാക്കി സെ പ്യാർ കർത്താ ഹേ. ലാഡ്ലി മാത്രമാണ് ബൂഢി കാക്കിയെ സ്നേഹിക്കുന്നത്. ഫിലിം കെ അന്ത് മേം രൂപ കോ അപ്നി ഗലതി കാ എഹസാസ് ഹോത്താ ഹേ. ഫിലിമിന്റെ അവസാനത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നു. എന്താണ്, രൂപയ്ക്ക് അവസാനം ഒരു കുറ്റബോധം തോന്നുകയാണ്, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ രൂപ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫിലിമിൽ വരുന്ന മുഖ്യ ഘടനകൾ.
അപ്പൊ എന്താ, ഇത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം എഴുതിയാ പോരാ. നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇതിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിഖേ ഫിലിം കെ മുഖ്യ പാത്ര കോൺ കോൺ ഹേ? ഈ ഫിലിമിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ നിങ്ങൾ പറഞ്ഞേ? മെയിൻ ക്യാരക്ടർ ആരാ? ബൂഡി കാക്കി. ആരാണ്? ബൂഡി കാക്കി. സെക്കൻഡ് വരുന്നത്, उनका भतीजा का नाम क्या है? बुद्धिराम. बुद्धिराम की पत्नी का नाम क्या है? रूबा. और बुद्धिराम और रूबा को कितने संतान है? 3 संतान है, 2 बेटे और 1 बेटी. बेटी का नाम क्या है? छोटी लड़की का नाम लाडली है. इतना ये कहानी का मुख्य पात्र है. क्लियर अल्ले? क्लियर अल्ले? बूढ़ी काकी. और सेकंड क्वेश्चन आंसर ആണ് ഇത്. बूढ़ी काकी फिल्म के सेकंड क्वेश्चन ആണ്. बूढ़ी काकी फिल्म के मुख्य पात्र है बूढ़ी काकी, बुद्धिराम, रूबा, बुद्धिराम के 2 पुत्र और बेटी लड़की. ഇത്രയും ആളുകളാണ് നമ്മുടെ ഈ ഫിലിമിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ക്ലിയർ ആണോ? യെസ്. ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്തായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ? बताइए यह फिल्म की समस्या की और संकेत करती है. यह फिल्म की समस्या को संकेत करती है. ഈ സിനിമയിൽ വരുന്ന സമസ്യ എന്താണ്? ഇതിൽ വരുന്ന സമസ്യ എന്താ? ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്താ? എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് യെസ്, നമ്മുടെ ഈ കഥയുടെ പേര് തന്നെ ഉണ്ട്, ബൂഢി, വൃദ്ധയായ. എന്താണ്? വാർദ്ധക്യം. വൃദ്ധജനങ്ങളോട് കാണിക്കുന്ന എന്താണ്? വിമുഖത. ആ ഒരു വിഷയമാണ് നമ്മുടെ ഈ കഥയിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന സമസ്യ. ഓക്കെ, എന്താ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, बूढ़ी काकी कहानी में वृद्धजनों के प्रति समाज में उपेक्षा की पनपती समस्या को स्वाभाविक ढंग से चित्रित किया गया है. ബൂഢി കാക്കി കഹാനിയിൽ എന്താണ്? വൃദ്ധജനങ്ങളോടുള്ള അവരെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ, നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന അവരെ ഉപേക്ഷിക്കുന്ന ഒരു സമസ്യയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു കഹാനിയെ ബേസ് ചെയ്ത് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തൊക്കെയാണ് ഈ ഫിലിമിലുള്ള മെയിൻ ആയിട്ടുള്ള ഘടന, മുഖ്യ ഘടന എന്തൊക്കെയാണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരെല്ലാം ആണെന്ന്. പിന്നെ എന്തെന്നോ, ഈ ഒരു കഹാനിയിൽ വരുന്ന മെയിൻ സമസ്യ, മുഖ്യ സമസ്യ ക്യാ ഹേ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ബൂഢി കാക്കി ക്ലിയർ ആണോ? യെസ്, ബൂഢി കാക്കിയുടെ ശസ്തിയിൽ ഇത്രയും കാര്യമാണ് വരുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താണ് ഈ ഫിലിം കണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ബൂഢി കാക്കി ആ ഒരു ശസ്തി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ശസ്തി എന്താന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഇവിടെ നെക്സ്റ്റ്? കിതാബ്തി ശസ്തി കാ യഹ് നമൂന പഠിം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കിയത് നമ്മൾ എന്താണ്? ഒരു ഫിലിം കാ ശസ്തിയാണ്, ഗുൽസാറിന്റെ ഒരു ഫിലിമിന്റെ ശസ്തിയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കിതാബ് കി ശസ്തി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യം, കിതാബ് ഒരു പുസ്തകത്തിന്റെ ശസ്തി. അപ്പൊ ഇതൊരു ബുക്കിന്റെ രൂപമാണ്. ഈ ബുക്കിന്റെ എന്താണ്? ബാക്ക് പേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ശസ്തി എവിടെയാ ഉണ്ടാകുക എന്ന്. ബാക്ക് പേജിൽ, ഏറ്റവും പുറംചട്ട, ബാക്ക് പേജിലും അല്ല പുറത്തുള്ള ആ ഒരു കവറിങ്ങില്, ആ ഒരു കവറിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഒരു മെയിൻ ആയിട്ടുള്ള, നമ്മളിപ്പം പഠിച്ചു ഹിന്ദിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു കഹാനികാർ ആരാ? പ്രേംചന്ദ്. പ്രേംചന്ദ് എന്ന എഴുത്തുകാരന്റെ തന്നെ ഗോദാൻ നമ്മൾ പറഞ്ഞില്ലേ, പ്രേംചന്ദിന്റെ പ്രമുഖ കഹാനിയുടെ പ്രമുഖ കൃതികളുടെ പേര് പറയുന്ന സമയത്ത് ഗോദാൻ എന്ന പേര് ഓർക്കുന്നില്ലേ? ആ ഗോദാന്റെ ഒരു ശസ്തിയാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. गोदान प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी ओर उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. അപ്പം പ്രേംചന്ദിന്റെ ഉപന്യാസങ്ങളിൽ പ്രധാനമായിട്ടും എന്താണ്? കിസാൻ ജീവൻ കാ വിശദ ചിത്രണം മിൽത്താ ഹെ.
കർഷകരുടെ ജീവിതത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചിത്രണം തന്നെ നമുക്ക് ലഭിക്കാറുണ്ട്. പ്രേംചന്ദ് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സമസ്യകള്, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലായിരുന്നു പ്രധാനമായിട്ടും എഴുതാനായി തിരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ അതിനൊരു വിശദമായിട്ടുള്ള ചിത്രം എന്തെന്ന് प्रेमचंद എല്ലാ നോവൽസും നമുക്ക് കിട്ടാറുണ്ട്. वहीं दोसरी और उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. പിന്നെ അതിൽ എന്താണ് വളർന്നു വരുന്നതും ഒരു വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പതനശീൽ ഇല്ലാതാകുന്നതും വളർന്നു വരുന്നതുമായിട്ടുള്ള ഒരു സാമൂഹിക ശക്തിയുടെ അങ്ങനെയുള്ള രൂപമൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഗോദാൻ അനേക് അർത്ഥവും സർവദ അനൂട്ടി രചന ഹേ. ഈ ഗോദാൻ എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥത്തിൽ എന്താണ് വളരെ അതുല്യമായിട്ടുള്ള ഒരു രചനയാണ് ഗോദാൻ. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती घाई को उन्होंने बड़ी बारीकी से चित्रित किया है. ഇതിൽ എന്താണ് ലാഭത്തിന്റെയും അധ്വാനത്തിന്റെയും ഒക്കെ ആ ഒരു ലോകത്തിൽ വരുന്ന ഒരു വ്യത്യാസം അതെല്ലാം പ്രധാനമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. गोदान में अनेक किसान पात्रों को उभार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഈ ഗോദാൻ എന്ന നോവലിൽ എന്താണ് ഒരുപാട് കർഷകരായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തുന്നതിന് പകരം പ്രധാനമായിട്ടും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹോറി പർ കേന്ദ്രിത് രഹാ ഹേ. മെയിൻ ക്യാരക്ടറിന്റെ പേര് ഹോറി. ഓക്കെ, അത് തന്നിട്ടുണ്ട്. उसके चरित्र में उन तमाम किसानों की विशेषताएं मौजूद है जो जमींदारों और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशक्त है. എന്താണ് ഇതില് പറയുന്നത്? ആ ഹോറിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരുപാട് എന്തായി അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള എല്ലാ കർഷകരുടെയും വിശേഷതകളൊക്കെ അത് മാത്രമല്ലാതെ എന്താണ് ജമീന്ദാറുടെയും ജന്മികളുടെയും മഹാജനങ്ങളുടെയും ഒക്കെ പതുക്കെ ഉള്ളതും അവരുടെ ഇതിന് വേണ്ടിയിട്ട് ഈ ചക്കാട്ടുന്ന ഈ ഒരു ചക്രം തിരിക്കുന്ന ഹോറിയുടെ കഥയൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ബാർ ബാർ പഠനെ കെ ബാദ് ഭി ഇസ് രചന കിതാസഗി ഖദം നഹീം ഹോത്തി യേ ഇസ്കി മഹാനത ഹേ. അപ്പൊ വീണ്ടും പഠിക്കുന്ന സമയത്തും വീണ്ടും വായിക്കുന്ന സമയത്തും എന്താണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഗോദാന്റെ പ്രാധാന്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു കിതാബിന്റെ ഒരു നമൂന തന്നതാണ്, ഒരു ശസ്തിയുടെ നമൂന, ഒരു മോഡൽ തന്നതാണ്. അപ്പൊ അതിൽ ആരെ എഴുതിയതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഗോദാൻ കഹാനിയിൽ വരുന്ന പ്രധാനമായിട്ടുള്ള വിഷയം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോദാൻ ഉപന്യാസിൽ വരുന്ന മെയിൻ ക്യാരക്ടർ ആരാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഗോദാൻ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ഉപന്യാസമാണ്, വലിയ നോവലാണ്. അതിനെ വളരെ ഷോർട്ടായിട്ട് നമ്മൾക്ക് എന്താണ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്, നമുക്കത് കണ്ടിട്ട് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ശസ്തി, കിതാബിന്റെ ശസ്തി എന്താണെന്നും കണ്ടു, ഫിലിമിന്റെ ശസ്തിയും കണ്ടു. എത്രയും നിങ്ങൾ കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതെല്ലാം കണ്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾക്കൊരു വർക്കാണ്. ഓക്കേ, നിങ്ങൾക്ക് എല്ലാവരും എന്താണ് ബുക്ക് വായിക്കുന്നവരല്ലേ നിങ്ങള്, അല്ലെങ്കിൽ എന്താ പുസ്തകം ആരും വായിച്ചിട്ടില്ലെങ്കിലും ഫിലിം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലർക്ക് പുസ്തകം വായിക്കുന്നവരുണ്ടാകും, ചിലർ ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകത്തെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിമിനെ കുറിച്ചിട്ടോ എന്ത് ചെയ്യണം? ഒരു ശസ്തി അല്ലെങ്കിൽ ഒരു ബ്ലർബ് ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്, ഇനി പാടുജീവിതം ഫിലിമിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ അതിനെ പറ്റിയിട്ടോ നിങ്ങൾ ഒരു ശസ്തി തയ്യാറാക്കുക. തീർച്ചയായും എന്തായാലും വേണം. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ചിലർക്ക് കുട്ടികൾക്കൊക്കെ ബാലസാഹിത്യത്തിലൊക്കെ ഇഷ്ടപ്പെടും. ഒരു കുടയും കുഞ്ഞുപങ്ങളും, മുട്ടത്തു വർക്കിയുടെ, അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മൾ പുസ്തകങ്ങളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ മലയാളത്തിൽ ഒരുപാട് പുസ്തകമുണ്ട്. ഹിന്ദിയിൽ നിങ്ങൾ പുസ്തകമൊക്കെ വായിച്ചത് കുറവായിരിക്കും അല്ലേ? കുറവാണോ? ചിലർ വായിക്കുന്നുണ്ടാകും. ഹിന്ദിയിലും ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കഥയുടെ ആ ഒരു ശസ്തി നിങ്ങൾ തയ്യാറാക്കാം. ഏറ്റവും നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഫസ്റ്റ് ഒരു കഹാനി പഠിച്ചു. ഏതായിരുന്നു കഹാനി? ജഡ്പട്ട് ഔർ നട്കട്ട് പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ജഡ്പട്ട് ഔർ നട്കട്ട് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ശസ്തി തയ്യാറാക്കി നോക്കാം. അപ്പൊ ഹിന്ദിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഏതെങ്കിലും ഒരു സ്റ്റോറിയുടെ ഒരു ശസ്തി തയ്യാറാക്കി നോക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ശസ്തിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നത്.
ഓക്കെ, ഫസ്റ്റ് യൂണിറ്റില് ജിയേൻ ജി ഭർ എന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ജട്പട്ട് ഔർ നട്ഖട് എന്നൊരു കഹാനി പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് ഒരു കവിത പഠിച്ചു. ഇനി നമ്മൾ എന്ത് പഠിച്ചു? ബൂഡി കാക്കി എന്ന് പറയുന്ന ഒരു ശസ്തിയും പഠിച്ചു. എത്രയും ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു വർക്ക് തന്നിട്ടുണ്ട്. ആ വർക്ക് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഇക്കായി കെ പാഠം സെ ഏക് ബാർ ഔർ ഗുസരെ താലിക കി പൂർത്തി കരേ. അപ്പൊ ഇവിടെ 2 ബോക്സ് തന്നിട്ടുണ്ട്, കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് സഹിയാണോ ഗലത്താണോ എന്ന് പറയാനാണ്. ഞാൻ ഓരോ സെന്റൻസ് വീതം വായിക്കാം. അത് റൈറ്റ് ആണോ അല്ലെങ്കിൽ അത് തെറ്റാണോ, ട്രൂ ഓർ ഫാൾസ്, അതാണ് നമ്മുടെ വർക്ക്. റെഡി അല്ലേ? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബഡാ ഭായി നദി മേം കൂദ് കർ ചോട്ടെ കി ജാൻ ബച്ചാത്താ ഹേ. വലിയ സഹോദരൻ എന്താണ്? നദിയിൽ ചാടിയിട്ട് നദീമേം കൂമുക്കർ ചോട്ടെ കി ജാൻ ബച്ചാത്താ ഹേ, ചെറുതിന്റെ ജീവൻ രക്ഷിച്ചു എന്ന് നമ്മുടെ ഫസ്റ്റ് കഹാനി. ശരിയല്ലേ? ജട്പട് ആണല്ലേ നട്ഖട് വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോ, നദിയിൽ വീണ് കഴിഞ്ഞപ്പോ നമ്മുടെ ജട്പട് എന്താണ് നട്ഖടിനെ രക്ഷിച്ചു. മറന്നോ ജട്പടിനെ നട്ഖടിനെയും? ഇല്ലല്ലോ. അപ്പൊ ഫസ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ്, കई दिनों के बाद കവി ഗ്രാമീൺ സൗന്ദര്യ കാ ആസ്വാദൻ കർത്തേ ഹേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ കവിതയെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ്? കई दिनों के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കവി ഗ്രാമീൺ സൗന്ദര്യ കാ ആസ്വാദൻ കർത്തേ ഹേ. കവി എന്താണ് ഗ്രാമീണ സൗന്ദര്യത്തെ എന്താണ് നന്നായിട്ട് ആസ്വദിച്ചു എന്ന്. ശരിയല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, बुद्धिराम और रूबा हमेशा बूढ़ी काकी का आदर करते थे. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബുദ്ധിറാമും രൂപയും എന്താണ് എല്ലായ്പ്പോഴും ബൂഢി കാക്കിയെ ആദരിക്കുമായിരുന്നെന്ന്. ആദരിക്കുകയാണോ ചെയ്തത്? അല്ല. എന്താ ചെയ്തത്? അവരെ വെറുക്കുക ചെയ്തത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്, ഗലത്താണ് അല്ലേ? നെക്സ്റ്റ്, बूढ़ी काकी के युवा पुत्री की अकाल में मृत्यु हुई. ബൂഢി കാക്കിയുടെ എന്താണ് മകൻ എന്താണ് അകാലത്തിൽ മരിച്ചുപോയി അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ബൂഢി കാക്കി ഒറ്റപ്പെട്ടത്. ഓക്കെ. നെക്സ്റ്റ്, ദോ ബാലക് കപ്പടെ സുഖാനെ കെ ലിയെ ധൂപ് മേം ഗേൽത്തെ ഹേ. ഈ രണ്ടുപേരും ജട്പടും നട്ഖടും എന്താണ് കപ്പടെ സുഖാനെ കെ ലിയെ, ഡ്രസ്സ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വെയിലത്ത് കളിക്കാണോ ചെയ്തത്? അല്ല. എന്താണ് അവരെന്തായിരുന്നു പകരം ചെയ്ത്? ദൗത്താഹേ, അവരെന്താണ് രണ്ടുപേരും ഓടുകയായിരുന്നു ചെയ്തത് അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, അപ്നെ ഗാവ് കി ഹാലത്ത് ദേഖ് കർ കവി ബഹുത് പരേശാൻ ഹേ. തന്റെ ഗ്രാമത്തിന്റെ ആ ഒരു സ്ഥിതി കണ്ടിട്ട് എന്താണ് കവി ഒരുപാട് പരവേശനായിട്ടുണ്ടോ? ഇല്ല, അതും തെറ്റാണ്. കവി എന്താണ് ഒരുപാട് ആസ്വദിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മെഹനത്തി ബാലികാവും കാ ഗാന മൻമേ ഖുശി ലാത്താ ഹേ. മെഹനത്തി ബാലികാവും, ആ യൗവനാവസ്ഥയിലുള്ള ആ പെൺകുട്ടികളുടെ പാട്ട് കേട്ടിട്ട് എന്താണ് കവിയുടെ മനസ്സിൽ എന്തായിരുന്നു? മൻമേ ഖുശി ലാത്താ ഹേ, ഒരുപാട് സന്തോഷം വന്നു എന്ന്. ശരിയല്ലേ? സന്തോഷാണ് തോന്നിയത്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് യൂണിറ്റിലുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മളൊന്ന് റിവൈസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. അപ്പൊ ഇതോട് കൂടിയിട്ട് എന്താണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. യെസ്. ഫസ്റ്റ് യൂണിറ്റിലെ കഹാനി, കവിത, ശസ്തി, ഇത് 3ഉം നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എക്സാമിന് വരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യണം. ഓരോ ചാപ്റ്ററിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരാന്നുള്ളത് ഇല്ലേ? യെസ്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, നന്നായിട്ട് എഴുതുക. നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? ജട്പട് ഔർ നട്ഖടിൽ നമ്മൾ പഠിച്ചിരുന്നു. കഥയില് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. അതിൽ വാർത്താലാപ് പഠിച്ചിരുന്നു, പോസ്റ്റർ പഠിച്ചിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? കവിതയുടെ ഒരു ആസ്വാദനം, അതിനെ പറ്റിയിട്ടുള്ള ഒരു കുറിപ്പ്, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ചാപ്റ്ററിലോ ശസ്തിയിൽ നമ്മൾ
എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന മോഡൽ നമ്മൾ പഠിച്ചു. സ്വസ്തി എഴുതാനും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ആ എല്ലാ പാഠങ്ങളിലും വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും വരുന്ന മെയിൻ ക്യാരക്ടേഴ്സിനെ ഓർത്ത് വെക്കുക. ആരൊക്കെയാണ് ഓരോന്നിനെയും രചനാകാർ എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ സെറ്റാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ബൈ.